ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വെൽവെറ്റ് ആപ്പിളാണ്. ഇത് ആപ്പിൾ ഇനത്തിൽപ്പെട്ട ഒരു ഫ്രൂട്ട്സാണിത്. ഇതിൻ്റെ ആപ്പിളിന് ഇതിൻ്റെ മുകൾ ഭാഗം എന്ന് വെച്ചാൽ രോമങ്ങൾ പോലെ ഇങ്ങനെ മിനുമിനുത്തിരിക്കും. മീൻസ് അതിനാണ് വെൽവെറ്റ് പോലെ ഇരിക്കും. അതുകൊണ്ടാണ് ഇത് വെൽവെറ്റ് ആപ്പിൾ എന്ന പേര് പറഞ്ഞേക്കുന്നത്. ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയൊരു കറ പോലെ ഉണ്ട്, കറ ഉള്ളതാണ്. ഭാഗം നല്ല ആപ്പിളിൻ്റെ കൂട്ട് തന്നെ നല്ല മാംസമായ ഭാഗമാണ്, നല്ല ടേസ്റ്റാണ്. നമ്മുടെ കസ്റ്റേർഡ് ആപ്പിളിൽ ആ രീതിയിലുള്ളൊരു ടേസ്റ്റാണിത്. ആ പൊടിയുടെ അതേ മണമാണിത്, ടേസ്റ്റുമാണ്. നല്ല പഴുത്ത് കഴിഞ്ഞാൽ നല്ല മണവും കൂടെയാണിത്. ഇതൊരു തണൽ വൃക്ഷമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഒരു 10-15 അടി ഹൈറ്റ് മേളിലുണ്ട്. ഇത് ഞാൻ പെരയുടെ മുകളിൽ നിന്നാണ് ഇതിന് മുകൾ വശം മാത്രമാണ് പിടിക്കുക. അടിവശം പിടിച്ചൊന്നും കാണാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ അതുപോലെ പടർന്ന് പന്തരിച്ച് കിടക്കുക. എൻ്റെ പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. വീണ്ടും കാണാം. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വെൽവെറ്റ് ആപ്പിളാണ്. ഇത് ആപ്പിൾ ഇനത്തിൽപ്പെട്ട ഒരു ഫ്രൂട്ട്സാണിത്. ഇതിൻ്റെ ആപ്പിളിന് ഇതിൻ്റെ മുകൾ ഭാഗം എന്ന് വെച്ചാൽ രോമങ്ങൾ പോലെ ഇങ്ങനെ മിനുമിനുത്തിരിക്കും. മീൻസ് അതിനാണ് വെൽവെറ്റ് പോലെ ഇരിക്കും. അതുകൊണ്ടാണ് ഇത് വെൽവെറ്റ് ആപ്പിൾ എന്ന പേര് പറഞ്ഞേക്കുന്നത്. ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയൊരു കറ പോലെ ഉണ്ട്, കറ ഉള്ളതാണ്. ഭാഗം നല്ല ആപ്പിളിൻ്റെ കൂട്ട് തന്നെ നല്ല മാംസമായ ഭാഗമാണ്, നല്ല ടേസ്റ്റാണ്. നമ്മുടെ കസ്റ്റേർഡ് ആപ്പിളിൽ ആ രീതിയിലുള്ളൊരു ടേസ്റ്റാണിത്. ആ പൊടിയുടെ അതേ മണമാണിത്, ടേസ്റ്റുമാണ്. നല്ല പഴുത്ത് കഴിഞ്ഞാൽ നല്ല മണവും കൂടെയാണിത്. ഇതൊരു തണൽ വൃക്ഷമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഒരു 10-15 അടി ഹൈറ്റ് മേളിലുണ്ട്. ഇത് ഞാൻ പെരയുടെ മുകളിൽ നിന്നാണ് ഇതിന് മുകൾ വശം മാത്രമാണ് പിടിക്കുക. അടിവശം പിടിച്ചൊന്നും കാണാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ അതുപോലെ പടർന്ന് പന്തരിച്ച് കിടക്കുക. എൻ്റെ പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. വീണ്ടും കാണാം.